ഹലോ നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ 55 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. ഒരു 21 ദിവസത്തെ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു വ്യായാമത്തിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ ഈ ഒരു വ്യായാമത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു 55-60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കാലുകൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. മുട്ടുവേദന, അതിനൊക്കെ തന്നെ കാലിന്റെ ബലക്കുറവ്, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കുഴമ്പുകളൊക്കെ പുരട്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയേണ്ടി വരുന്നു. എന്നിട്ടും നമ്മുടെ വേദനയ്ക്കോ അല്ലെങ്കിൽ കാലിന്റെ പ്രശ്നങ്ങൾക്കോ പരിഹാരം ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 21 ദിവസം കൊണ്ട് ഇതിനെ നിങ്ങളുടെ കാലിന്റെ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യായാമ പരമ്പരയാണ്. 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട വ്യായാമങ്ങൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ അതേ കണക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, 21 ഡേയ്സ് 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളുടെ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കൃത്യമായിട്ട് പറഞ്ഞുതരാം ആദ്യത്തെ ദിവസം തൊട്ട് എങ്ങനെയാണ് ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ഇന്നോട്ട് ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്, 21 ദിവസത്തെ ഈ വർക്കൗട്ട് ചലഞ്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ദിവസം എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നത് 5 വ്യായാമങ്ങളാണ്. ആ 5 വ്യായാമങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അതിനുശേഷമുള്ള ദിവസത്തെ വ്യായാമങ്ങൾ അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ദിവസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കാലുകൾ ഇതേ കണക്കൊന്ന് ഉയർത്തി 1 2 3 ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത്. ഓക്കെ, വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുപോകുന്നു. ഇതേപോലെ കണ്ടില്ലേ, ഒരു കാലിൽ 15 എണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതേ കണക്ക് 15 റെപ്പിറ്റേഷൻ. ഓക്കെ, ഇതേ കണക്ക് 15 റെപ്പിറ്റേഷൻ ഒരു കാലിൽ ചെയ്യുന്നു. അതിനുശേഷം കാല് ഉയർത്തുന്നു, 1 താഴോട്ട് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുന്നു, 2 ഹോൾഡ് ചെയ്യുന്നു, 3 4. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് എക്സസൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 വട്ടമാണ്. ഓക്കെ, 15 റെപ്പിറ്റേഷൻ നമ്മൾ ഈ കാലിൽ ചെയ്തു, 15 റെപ്പിറ്റേഷൻ നമ്മൾ ഈ കാലിൽ ചെയ്തു. ഇതേ കണക്ക് നിങ്ങൾ 3 സെറ്റാണ് ചെയ്യേണ്ടത്. 3 വട്ടം ഇതേ കണക്ക് ആവർത്തിക്കുക. അതിനുശേഷം രണ്ടാമത് ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം കാല് കണക്ക് മുകളിലോട്ട് ഉയർത്തുന്നു. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് കൊണ്ടുവരുന്നു, അടുത്ത കാല് ഉയർത്തുന്നു, ഹോൾഡ് ചെയ്യുന്നു, 1 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് കൊണ്ടുപോകുന്നു, 2 ഹോൾഡ്, സാവധാനം താഴോട്ട് കൊണ്ടുവന്നു, ഹോൾഡ് ഹോൾഡ്. അപ്പം ഒരു കാലിൽ 15 റെപ്പിറ്റേഷൻ ചെയ്യുന്നു, ഈ കാലിൽ 15 റെപ്പിറ്റേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 3 സെറ്റാണ്. ഓക്കെ, ഇങ്ങനെ ഉയർത്തുന്നു, അപ്പം 1 അടുത്ത കാലിൽ 1. ഓക്കെ, 2 2. ഓക്കെ, ഇതേപോലെ നിങ്ങൾ 3 സെറ്റാണ് ചെയ്യേണ്ടത്. 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റ്. ഇതാണ് രണ്ടാമത്തെ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേ കണക്ക് കാല് മുകളിലോട്ട് ഉയർത്തുന്നു. ഓക്കെ, 1 2 3 4 5. കണ്ടില്ലേ, ഒരു കാല് ഇതിനക്ക് മുകളിലോട്ട് ഉയർത്തുന്നു, ഒന്ന് ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് കൊണ്ടുവരുന്നു, ഹോൾഡ് ചെയ്യുന്നു, താഴോട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു കാലിൽ നിങ്ങൾ 15 റെപ്പിറ്റേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. 3 സെറ്റാണ് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ വ്യായാമം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങളുടെ കാല് ഇതേ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു, ഇതേപോലെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു, ഇതേപോലെ 2 3 4 5. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ 15 റെപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, മാക്സിമം വൈഡ് ചെയ്യുക, അടുപ്പിക്കുക, വൈഡ് ചെയ്യുക, അടുപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾ 15 റെപ്പിറ്റേഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ദിവസത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം ചെയ്ത എക്സസൈസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനിയും നമുക്കത് ചെയ്യേണ്ടതുണ്ട് വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, അപ്പം രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ 2 കാലുകളും ഒരുമിച്ച് ഇതേ കണക്ക് ഉയർത്തുക. നിങ്ങളുടെ വിരല് നിങ്ങളുടെ മുഖത്തിന് നേരെ വരുന്ന അതേ കണക്ക് നിങ്ങൾ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ 2 ഹോൾഡ് ചെയ്യുക, മുകളിലോട്ട് കൊണ്ടുവരുന്നു, ഹോൾഡ് ചെയ്യുന്നു. കണ്ടില്ലേ, ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് കൊണ്ടുപോകുന്നു, ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ നിങ്ങൾ 15 റെപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. 3 സെറ്റ്. ഓക്കെ, വളരെ സാവധാനമായിരിക്കണം നമ്മുടെ മൂവ്മെന്റ്സ്. 1 സെക്കൻഡ് ഹോൾഡിംഗ് ഉണ്ട്, അതിനുശേഷം നമ്മൾ
അടുത്ത എക്സസൈസിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ വ്യായാമം. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ കാലിന്റെ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് ഇത് കണക്ക് കണ്ടില്ലേ. 1 മുകളിലോട്ട് കൊണ്ടുവരുന്നു, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് കൊണ്ടുപോകുന്നു. 3 ഹോൾഡ്, സാവധാനം താഴോട്ട് കൊണ്ടുവന്നു. 4 കണ്ടില്ലേ. ഇതേപോലെ നിങ്ങളുടെ കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന എക്സസൈസ് ആണിത്. അപ്പോൾ ഇത് 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ കസേരയിൽ അല്പം മുമ്പോട്ട് കയറിയിരിക്കുക. അതിനുശേഷം 1 2 കണ്ടില്ലേ. അപ്പൊ നല്ല ബലമുള്ള കസേര തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് അല്പം ബലം കുറഞ്ഞ സ്റ്റീലിന്റെ കസേരയാണ്. നിങ്ങൾ ബലമുള്ള തടി കസേര എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പം കാല് ഇതേ കണക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നു, ബാക്കിലോട്ട്, മാക്സിമം ബാക്കിലോട്ട് കൊണ്ടുപോകുന്നു. കണ്ടല്ലോ, ഇതേ കണക്ക് 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് നിങ്ങൾ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, 15 റെപ്പിറ്റേഷൻ നമ്മൾ ചെയ്യുന്നു, അതിനുശേഷം റിലാക്സ് ചെയ്യുന്നു, വീണ്ടും 15 ചെയ്യുന്നു, അങ്ങനെ 3 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ എക്സസൈസ്. ഇനി നമുക്ക് നാലാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. നാലാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതാണ്ട് ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് കണക്ക് ഇരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കാല് സൈഡിലോട്ട് ഇത് കണക്ക് 1 2 3 മാക്സിമം കാല് ഇത് കണക്ക് നിവർന്ന് തന്നെ പോകണം. ഓക്കെ, മടക്കിയല്ല, നിവർന്ന് തന്നെ പോകണം. കൈ നല്ല രീതിയിൽ കണക്ക് പിടിച്ചേക്കുക. ഇതേ കണക്ക് മൂവ് ചെയ്യിപ്പിക്കുക. അപ്പം ഒരു കാലിൽ 15 എണ്ണം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ കാല് ഇങ്ങോട്ട് ആക്കുന്നു, 1 പൂർവ്വസിലോട്ട് വരുന്നു, 1 2 2 3 3. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട നാലാമത്തെ എക്സസൈസ്. ഇപ്പം നമ്മുടെ 2 ദിവസത്തെ എക്സസൈസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ മൂന്നാമത്തെ ദിവസത്തിലോട്ട് പോവുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മൂന്നാമത്തെ ദിവസം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേ കണക്ക് കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു, ഒരു കാല് മുകളിലോട്ട് ഉയർത്തുന്നു. 3 4 5 6 7 8 9 10 1 2 3 4 5. അപ്പം ഇതേ കണക്ക് നിങ്ങൾ 20 റെപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. 20 റെപ്പിറ്റേഷൻ ചെയ്യുക, 2-3 സെക്കൻഡ് റിലാക്സ് ചെയ്യുക, വീണ്ടും നിങ്ങൾ ചെയ്യുക. അങ്ങനെ 3 സെറ്റ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇത് കണക്കിരിക്കുന്നു. ഇരുന്നതിന് ശേഷം കൈകൾ നല്ല ബലത്തിൽ, പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ബലമുള്ള കസേര തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ബലം കുറഞ്ഞ കസേര ഉപയോഗിക്കരുത്, നിങ്ങൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതേ കണക്ക് കാല് ഉയർത്തുന്നു. രണ്ടാമത്തെ വ്യായാമമാണ്. ഇതേ കണക്ക് നിങ്ങളൊരു സൈക്കിളിൽ ചവിട്ടുന്ന പോലെ നിങ്ങൾക്ക് സാവധാനത്തിൽ ഇങ്ങനെ കാലുകളെ മൂവ് ചെയ്യിപ്പിക്കാം. കണ്ടില്ലേ, വെരി ഗുഡ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഓരോ കാലിലും ചെയ്യുമ്പോൾ നിങ്ങൾ എണ്ണുക, കൗണ്ട് ചെയ്യുക. ഓക്കെ, കൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ വന്നിട്ട് 1 ആയി, ഈ കാല് 1 ആയി, 2 2 3 3 4 4. അപ്പോൾ ഓരോ കാലിന് 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഉപ്പൂറ്റി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താഴോട്ടാക്കിക്കൊണ്ട് മുകളിലോട്ട്, കണ്ടില്ലേ, വിരൽ ഭാഗം മുകളിലോട്ട്. 1 2 3. പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. 4 5 6. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ്. ഇനി നമുക്ക് നാലാമത്തെ വ്യായാമത്തിലോട്ട് പോവാം. നാലാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടതിനു ശേഷം 2 കാലുകൾ മുകളിലോട്ട് ഉയർത്തി ഹോൾഡ് ചെയ്യുക. ഇത് കണക്ക് ഹോൾഡ് ചെയ്യുന്നു. 1 2 3 4 5. 5 സെക്കൻഡ്. ഓക്കെ, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് കൊണ്ടുവരുന്നു, വീണ്ടും ഉയർത്തുന്നു. 1 2 3 4 5. 1 2 3 4 5. ഓക്കെ, 4 എക്സസൈസുകൾ നിങ്ങൾ മൂന്നാമത്തെ ദിവസം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരുന്നത് വെച്ചാൽ 4-ാമത്തെയും 5-ാമത്തെ ദിവസത്തെ എക്സസൈസുകൾ കൂടിയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1-ാമത്തെ ദിവസം ചെയ്ത എക്സസൈസ് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ
ആദ്യത്തെ ദിവസം ചെയ്ത എക്സസൈസ്, അതിനുശേഷം രണ്ടാമത്തെ ദിവസം ചെയ്തത്, മൂന്നാമത്തെ ദിവസം ചെയ്ത് അതിങ്ങനെ മാറി 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 ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 21 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. 21 ദിവസം കൊണ്ട് നമ്മുടെ കാല് സ്ട്രെങ്ത് ആവും. അപ്പൊ 4-മത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട വ്യായാമമാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 4-മത്തെ ദിവസത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്ട് കാഫ് റൈസ് ചെയ്യുന്നു. സിറ്റിംഗ് കാഫ് റൈസ് ഇതേപോലെ 1 ഹോൾഡ് ചെയ്യുന്നു, മുകളിൽ കൊണ്ടുവന്നിട്ട് 3 4. ഓക്കെ, ഇതേപോലെ നിങ്ങൾ 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസ്, 4-മത്തെ ദിവസത്തെ രണ്ടാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. അത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ശേഷം 1 2 3 4 5. ഓക്കെ, 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ഇതേ കണക്ക് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം 1 സാവധാനം താഴ്ത്തു കൊണ്ടുവരിക, അടുത്ത കാല് ഉയർത്തുക, 1 2 2 3 3. ഇതേപോലെ നിങ്ങൾ 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എക്സസൈസ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കാല് ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. ഉയർത്തിയതിനു ശേഷം കണ്ടില്ലേ, 1 2 3 4 5 6 7. മാക്സിമം വൈഡ് ചെയ്യുക, പതുക്കെ അടുപ്പിക്കുക. കണ്ടല്ലോ, ഇതേപോലെ. ഇതേ കണക്ക് നിങ്ങൾ 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. 15 റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ 10 റെപ്പിറ്റേഷനെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. അപ്പം 3 എക്സസൈസുകളായി. 4-മത്തെ എക്സസൈസ്, ഓക്കെ, 4-മത്തെ വ്യായാമമാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. 4-മത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നമുക്ക് ആരംഭിക്കാം. 1 2 3 4 5. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. വെറും 4 എക്സസൈസുകൾ മാത്രമാണ് ഒരു ദിവസം ചെയ്യേണ്ടത്, 3 സെറ്റ്. കൂടുതലൊന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇതേ കണക്ക് ഓരോ കാലിലും 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പം 4-മത്തെ ദിവസത്തെ എക്സസൈസ് കംപ്ലീറ്റ് ആയി. ഇനി 5-മത്തെ ദിവസത്തെ വ്യായാമം. അപ്പോൾ 5-മത്തെ ദിവസത്തെ വ്യായാമത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. നിങ്ങൾ കസേരയിൽ ഇരിക്കുന്നു, നിങ്ങൾ ചെറുതായിട്ട് കൈ ഇങ്ങനെ വെക്കുന്നു, മുകളിലോട്ടൊന്ന് എഴുന്നേൽക്കുന്നു. 1 2 3 4 5. 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ ഫുള്ളായിട്ടും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ ഈ ഒരു വ്യായാമം നിങ്ങളെ സഹായിക്കും. അപ്പം നിങ്ങൾ റെപ്പിറ്റേഷൻ ഒക്കെ പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റ്. അടുത്തതായിട്ട് രണ്ടാമത്തെ എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു, 2 കാലുകളും ഒരുമിച്ച് ഉയർത്തുന്നു. 1. ഇവിടെ ഹോൾഡിംഗ് ഇല്ല, വെറും 1 സെക്കൻഡ് മാത്രമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, പ്രത്യേകം ഓർക്കുക. 3 4 5. ഓക്കെ, ഇതേ കണക്ക് 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റ്. അടുത്ത എക്സസൈസ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു, നിങ്ങൾ മുമ്പേ ചെയ്ത കണക്ക് വൈഡ് ചെയ്യുന്നു. 1 2 3 4 5. 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റ്. അടുത്ത എക്സസൈസ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ 5-മത്തെ ദിവസം നമ്മൾ വ്യായാമം കൂടുതലാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. 1. ഓക്കെ, ഇതേ കണക്ക് 2 2 3 3 4 4. 15 റെപ്പിറ്റേഷന്റെ 3 സെറ്റ്. അടുത്ത 4-മത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ സിറ്റിംഗ് കാഫ് റൈസ് വീണ്ടും ചെയ്യുകയാണ്. ഇതേ കണക്ക് 1 ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴ്ത്തി വരുന്നു. 2 3 4 5. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു. ഇനി നമ്മുടെ 5-മത്തെ ദിവസത്തെ ഫൈനൽ എക്സസൈസ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. 1 2 3 4 5. അപ്പം ഇതേ കണക്ക് നിങ്ങൾ
15 റെപ്പറ്റേഷന്റെ 3 സെറ്റ്. അപ്പം 5 ദിവസത്തെ വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. 5 ദിവസം തുടർച്ചയായിട്ടുള്ള വ്യായാമങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്ത എക്സസൈസ് 6ാമത്തെ ദിവസം ചെയ്യുക, സെക്കൻഡ് ദിവസം ചെയ്ത എക്സസൈസ് 7ാമത്തെ ദിവസം ചെയ്യുക, തേർഡ് ഡേ ചെയ്ത എക്സസൈസ് 8ാമത്തെ ദിവസം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, 21 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കാലുകൾ സ്ട്രെങ്ത് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ വെറുതെ ഒരുപാട് മരുന്നുകളൊക്കെ മേടിച്ച് കഴിച്ച് സമയം പാഴാക്കാതെ ഒരു 21 ദിവസം വളരെ കുറച്ച് സമയം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾ 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. അപ്പം നിങ്ങളുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഗുണകരം ആവട്ടെ എന്ന് കരുതിയിട്ട്. പ്രത്യേകിച്ചും പ്രായമായവർക്ക് ഈ കാലിന്റെ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 21 ദിവസം ഇത് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് നമുക്കൊരു താൽക്കാലിക ആശ്വാസമല്ല വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ കാലിന്റെ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ഈ എക്സസൈസുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു.